കലയപുരം ജോസ് സാറിനെയാണ്. സാറിനെ അറിയാത്തവരായിട്ട് ആരും കാണത്തില്ല. നമസ്കാരം, ഞാൻ കലയപുരം ജോസ്, കൊട്ടാരക്കര കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ആശ്രയ സങ്കേതം അഭയകേന്ദ്രത്തിന്റെ സ്ഥാപകനും സെക്രട്ടറിയുമാണ്. എന്റെ സ്വന്തം വീട്ടിൽ 1000 നിരാശ്രയരെയാണ് പാർപ്പിച്ചിരിക്കുന്നത്. ജനിച്ച ഉടനെ ലഭിച്ചത് മുതൽ 100 വയസ്സ് പ്രായമുള്ള ആളുകൾ വരെ അവിടെ പാർക്കുന്നുണ്ട്. അച്ഛനമ്മമാരുണ്ട്, അതുപോലെ തന്നെ തെരുവിലലയുന്ന അനാഥരായ മനോരോഗികളുണ്ട്, അനാഥരായ കുഞ്ഞുങ്ങളുണ്ട്, അതുപോലെ തന്നെ പാലിയേറ്റീവ് പേഷ്യൻസ് ഉണ്ട്. ഇത്തരത്തിൽ തെരുവിൽ അലഞ്ഞിടക്കുന്ന എല്ലാ വിഭാഗം ആളുകളെയും ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന കേന്ദ്രമാണ്. 31 വർഷമായി പ്രവർത്തനം ആരംഭിച്ചിട്ട്. ഞാൻ തിരുവനന്തപുരത്ത് പല ആവശ്യങ്ങൾക്കും പോയിട്ട് മടങ്ങി വരുമ്പോൾ ഇവിടെ പുതുശ്ശേരി ഗാർഡനിൽ കയറാറുണ്ട്. അപ്പോൾ ഇവിടെ കയറുമ്പോൾ ഒരു ചെടിയെങ്കിലും വാങ്ങിക്കൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇങ്ങനെ പലപ്പോഴായി ചെടികൾ വാങ്ങി ചെടികളുടെ ഓർക്കിഡിൻ്റെ ഒരു വലിയ ശേഖരം എനിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് എനിക്ക് ശരിയായതിനെ പരിചരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ചെടികളൊക്കെ നഷ്ടമായിപ്പോയി. അപ്പോൾ ചെടികളൊന്നും ഇല്ലാതിരുന്നപ്പോൾ ആ ഒരു വസന്തകാലം നമുക്ക് നഷ്ടപ്പെട്ട പോലെ തോന്നിപ്പോവുക. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് സ്ഥിരം വാങ്ങിക്കുന്നത്. ഒരു 5 വർഷത്തിലധികമായിട്ട് ഇവിടെ ഒന്ന് ചെടി വാങ്ങുന്ന ആളാണ്. നല്ല ചെടികളാണ് നമുക്ക് കിട്ടുന്നത്, എക്കണോമിക്കലായിട്ട് നമുക്ക് തരും. അനാഥാലയത്തിലേക്ക് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പരമാവധി വില കുറച്ച് ലാഭം എടുക്കാതെയാണ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴേ ഇവിടുത്തെ പുതുശ്ശേരി ഗാർഡനിലെ അണ്ണനും ചേച്ചിയും ഞങ്ങൾക്ക് കൂടപ്പറപ്പുകളെ പോലെയാണ്. ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ വരുമ്പോഴുണ്ടാകുന്ന പ്രതീതിയും സന്തോഷമൊക്കെയാണ് ഞങ്ങൾക്ക് ഇവിടെയും അനുഭവിക്കാൻ സാധിക്കുന്നത്. അപ്പോഴേ നിങ്ങളൊക്കെ കലരാശ്രയ സന്ദർശിക്കാൻ സന്ദർഭം കിട്ടുമ്പോഴേ ആ സന്ദർഭം നിങ്ങൾ പാഴാക്കരുത്. സമൂഹത്തിലെ തിരസ്കൃതരായ അച്ഛനമ്മമാരും തെരുവിൽ അലഞ്ഞിരുന്ന അനാഥരായ മനോരോഗികളും ഇത്തരത്തിലുള്ള നിരാശ്രയരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സംരക്ഷിക്കുന്ന ഈ മഹാപ്രസ്ഥാനം ഇത് കലയപുരത്താണ് ഇതിൻ്റെ കേന്ദ്രം. അവിടെ മാത്രം 1000 ആളുകളുണ്ട്. തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള വേറെ 10 കേന്ദ്രങ്ങളിലുണ്ട്. അവിടങ്ങളിലായും 1000 ആളുകൾ സംരക്ഷിക്കപ്പെടുന്നു. ഇങ്ങനെ 2000-ലേറെ നിരാശ്രയർക്ക് അന്നവും അഭയവും നൽകുന്ന ആശ്വാസ ഗോപുരമായി നിലനിൽക്കാൻ ആശ്രയ. അവിടെ വരുന്നത് തീർത്ഥാടന കേന്ദ്രത്തിൽ വരുന്ന പോലെ നമുക്ക് അനുഭവമാണത്. നമ്മൾ ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ ഒരു ഈശ്വരനാണ്, പള്ളിയിൽ ചെന്നാൽ ഒരു ദൈവമാണ്. എന്നാൽ കലയൊരാശ്രയം വന്നാൽ 1000 ദൈവങ്ങളെ നേരിട്ട് കാണാനുള്ള ഒരു വലിയ പുണ്യമാണത്. അവരുടെയൊക്കെ പ്രാർത്ഥന നിങ്ങൾക്കെല്ലാവരും ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾ കുടുംബമായി ഈ നോമ്പ് കാലത്ത് ഈ പ്രസ്ഥാനം സന്ദർശിക്കുക. ക്രിസ്ത്യാനികളുടെ നോമ്പാണ്, ഇസ്ലാം സഹോദരങ്ങളുടെ നോമ്പാണ്, ഹൈന്ദവ വിശ്വാസികളുടെ നോമ്പാണ്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നോമ്പുകാലം ഒന്നിച്ചു വരുന്നത് ഈ മാസങ്ങളിലാണ്. അപ്പോൾ ലോകമെമ്പാടുമുള്ള എല്ലാ വിശ്വാസികൾക്കും എല്ലാവിധ നോമ്പിൻ്റെയും ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ നോമ്പ് കാലത്ത് നമ്മൾ ഭക്ഷണം വർദ്ധിക്കാറുണ്ട്. ഭക്ഷണം വർദ്ധിച്ച് മിച്ചം വെക്കുന്ന പൈസ സമൂഹത്തിലെ വിശപ്പുള്ള ആളുകൾക്ക്, വിശക്കുന്ന ആളുകൾക്ക്, പട്ടിണി കൊണ്ട് പൊരിയുന്ന ആളുകൾക്ക് നീക്കിവെച്ച് നൽകുമ്പോഴാണ് അത് ഈശ്വരന് പ്രീതികരമായി മാറുന്നത്. അത്തരത്തിൽ നമ്മൾ ചെയ്യാനുള്ള അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നമ്മുടെ അരികിൽ എത്തിച്ചേരുന്ന ഒരു നിരാശ്രയനെയും നമ്മൾ നിരാശയോടെ വിടാതിരിക്കുക.